നമ്മുടെ സ്വകാര്യതയിലെ ഒരു പ്രധാന ഘടകമാണ് മൊബൈൽ ഫോണുകൾ. എന്നാൽ ഫോണിലെ ആപ്പുകൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന് നമുക്കറിയില്ല. ഉടമയുടെ സമ്മതത്തോടും അല്ലാതെയും മൊബൈൽ ഫോണുകളിൽ ആപ്പുകൾ ഡൗൺലോഡ് ആകുന്നത് ഒരു വാസ്തവമാണ്. നമ്മൾ ഈ ആപ്പുകൾ തേടുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലായിരിക്കും. സുരക്ഷിതമല്ല എന്ന കാരണത്താൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കഴിഞ്ഞ വർഷം നീക്കം ചെയ്തത് 7 ലക്ഷത്തിലേറെ ആപ്പുകളാണ്. ഇത് 2016 പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട ആപ്പുകളുടെ എണ്ണത്തേക്കാൾ 70% കൂടുതലുമാണ്. വിവരങ്ങൾ ചോർത്തുന്നുവെന്നും ഫോണുകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുന്നു എന്ന കാരണത്താലാണ് ഈ ആപ്പുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് പലർക്കും അറിയാത്ത കാര്യങ്ങളിൽ ഒന്നാണിത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ഈ ആപ്പുകൾ ഒന്നും ഗൂഗിളിന്റെ സ്വന്തമായി ഉള്ളവയല്ല എന്ന് നമ്മുടെ സാധാരണക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നാൽ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനു വേണ്ടിയുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് മാത്രമാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഗൂഗിളിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ പുതിയ ആപ്പുകൾ ഉണ്ടാക്കി അതിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഇന്ത്യയിൽ തന്നെ വളരെയധികം പേർ ഗൂഗിളിൽ നിന്നുള്ള ആഡ്മോബിന്റെ വരുമാനത്തിനായി നല്ല ആപ്പുകൾക്ക് പുറമെ ഇത്തരം ഫേക്ക് ആപ്പുകളും ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനു പുറമെ വെബ്സൈറ്റുകളും മറ്റും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അനുവാദം ഇല്ലാതെ തന്നെ ആപ്പുകൾ ഫോണിലേക്ക് ഡൗൺലോഡ് ആകാറുണ്ട്. ഇത്തരത്തിലുള്ള ആപ്പുകൾ നമ്മളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഫേസ്ബുക്ക്, ജിമെയിൽ തുടങ്ങിയവയുടെ ഉപയോഗശേഷം ലോഗൌട്ട് നൽകി പുറത്തു പോകാതിരിക്കുന്നവർക്കും ഇത്തരം ആപ്പുകൾക്ക് വിവരങ്ങൾ ചോർത്താനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന കാര്യം നാം മനസ്സിലാക്കണം. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ നമ്മൾ ജാഗരൂകരായേ മതിയാവും. അശ്രദ്ധമായ ആപ്പുകൾ ഫോണിൽ കുത്തിനിറയ്ക്കുന്ന പ്രവണത നമ്മൾ ഒഴിവാക്കണം. തീരെ സുരക്ഷിതമില്ലാത്തവയും വിനാശകാരിയുമായ മൊബൈൽ ആപ്പുകളെ ഒഴിവാക്കണം. നമുക്ക് ആവശ്യമുള്ള ആപ്പുകൾ മാത്രം നമ്മളുടെ ഫോണിൽ ഉപയോഗിക്കുക. ഇനിയും ഇതിൽ കൂടുതൽ വീഡിയോകൾ സുരക്ഷയെപ്പറ്റി ഈ ചാനലിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടാൻ മടിക്കണ്ട. അതിനുള്ള മറുപടി തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.